അനന്തൂരെ നമ്മള് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാട്ടോ എനിക്ക്. കാരണം അനന്തൂരെ നമ്മള് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അനന്തൂടെ കുറെ നാളത്തെ ആഗ്രഹമാണ് അനന്തൂരെ ഒന്ന് ഫോൺ മാറ്റണം എന്നുള്ളത്. ഇപ്പൊ അറൌണ്ട് ഏകദേശം ഒരു 3 വർഷം 2.5 വർഷമൊക്കെ ആയിട്ടോ അനന്തു 14 മേടിച്ചിട്ട്. 15 ഇറങ്ങുന്ന സമയത്താണ് അനന്തുവിൻ 14 Pro മേടിക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ആണെങ്കിലും അനന്തുവിന്റെ ഫോൺ ഞാൻ തന്നെ കാണാറുണ്ട്, ഇടയ്ക്ക് ചാർജ് കയറത്തില്ല, അതുപോലെ തന്നെ 2-3-4 പ്രാവശ്യം ഒരു ദിവസം ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് അനന്തു ആ ഫോൺ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അനന്തു ഒരു ഫോൺ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അനന്തു ആണെങ്കിലും പയ്യെ പ്ലാൻ ഇട്ടും തുടങ്ങി കേട്ടോ, ഫോൺ എടുക്കണം എന്നുള്ള പ്ലാൻ ഇട്ടും തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, എന്തിനാണ് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്, സർപ്രൈസ് ആയിട്ട് നമുക്ക് അനന്തുവിനെ അങ്ങനെ സർപ്രൈസ് ചെയ്യാം, അനന്തുവിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണാനുള്ള കൊതിയും. അങ്ങനെ അതുകൊണ്ടിട്ട് നമ്മൾ ഇന്ന് അനന്തുവിന് ഒരു ഐഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാല്ലേ ബാക്കി എങ്ങനെ ഉണ്ടാകും, അതുപോലെ തന്നെ അനന്തുവിന് കൊടുക്കണമൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും കാണാമല്ലോ എന്തിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ മോർ ദാൻ വീഡിയോ ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലേ, കുറെ നാളെടുത്ത് കഴിയുമ്പോൾ നോക്കാൻ നേരത്തെ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ പോണേന്നുള്ളതൊക്കെ. ഇന്ന് ഞാൻ മാത്രല്ല കേട്ടോ ഫോൺ മേടിക്കാനായിട്ട്, അജിത്തേട്ടനുണ്ട് കേട്ടോ. അജിത്തേട്ടനെ ഞാൻ ബുക്ക് ഈ കാര്യം വേറൊന്നുമല്ല, അജിത്തേട്ടന് കുറച്ച് ഫോണിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അജിത്തേട്ടനെ കൊണ്ടുപോകാന്ന് ഓർത്തു. എനിക്ക് ലാപ്ടോപ്പ് പണ്ടപ്പോഴും എടുക്കാനൊക്കെ പോയപ്പോ അജിത്തേട്ടനാരെ വന്നേക്കണേ, HP ലാപ്ടോപ്പ്, എന്റെ ഫസ്റ്റ് ലാപ്ടോപ്പ്. അങ്ങനെ അപ്പൊ ഇന്ന് ഞങ്ങള് ഐഫോൺ ഫോബിയ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അനന്തുവിന് വേണ്ട മോഡലും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനായിട്ട് എടുത്ത് കൊടുക്കാന്ന് വിചാരിക്കണേക്കാളും മുന്നേ അനന്തുവിനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമായിട്ട് എടുക്കണം. അതുകൊണ്ട് എനിക്ക് മോഡലും കളറും എത്ര GB വേണമെന്നും എല്ലാം എനിക്കറിയാം ചേട്ടാ. അപ്പൊ അതാണ് നമ്മളിന്ന് എടുത്തു കൊടുക്കാൻ പോണത്. പക്ഷെ അനന്ത് ഒട്ടും പ്രതീക്ഷിക്കില്ല ഇത്ര നേരത്തെ ഫോൺ കിട്ടും എന്നുള്ളത്. കാരണം പയ്യെ എടുക്കാന്നുള്ള മോഡ് നിൽക്കണായിരുന്നു ചേട്ടാ. ഞെട്ടായിരിക്കും അല്ലെ, ഞെട്ടിക്കാൻ നമുക്ക് നാളെ എന്തായാലും. അപ്പൊ ഞങ്ങള് പോയിട്ട് ഫോൺ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു കേട്ടോ. എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട് അനന്തുവിന്റെ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ട്. ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി അംജാദിനോട് ഇതിന്റെ ഓണറിനോട് സംസാരിച്ചായിരുന്നു. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള പറഞ്ഞത്. അതുപോലെ തന്നെ അതെ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ഞാൻ ചെയ്യണോ അനന്തുവിനെ കൊണ്ട് ചെയ്യിക്കണോ എന്ന് ആലോചിക്കണം. അനന്തുവിനെ കൊണ്ട് ചെയ്യിക്കാം അല്ലെ? അതെ, അനന്തു എന്തായാലും ചെയ്യട്ടെ. അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് ഫോൺ, കാണിച്ചു തരാട്ടോ മോഡലൊക്കെ. ഇതാണ് അനന്തുവിന് കൊടുക്കാൻ പോണ ഫോൺ ട്ടോ. ഇത് വന്നിട്ടില്ലേ 17 Pro Max ബ്ലൂ ഷെയ്ഡ് 256 GB ആട്ടോ. കുറെ നാളായിട്ട് എന്നോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എടുക്കണം ഒരു ഫോൺ എന്തായാലും, അതും 17 Pro എടുക്കണം, ബ്ലൂ ഷെയ്ഡ് എടുക്കണം. ഞാൻ ഇങ്ങനെ അറിയുന്നുണ്ട് ഓരോ സമയത്തായിട്ട് ഓരോ ഡീറ്റെയിൽസ് പറയുമ്പോഴത്തേക്കും. അപ്പൊ ശരിക്കും ഇത് ഒരു സർപ്രൈസ് തന്നെയാവും. കൊള്ളാം അല്ലേ? ബ്ലൂ കളർ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് കഴിഞ്ഞ ദിവസം ഷാസ്പ്രോ ഗിഫ്റ്റ് ചെയ്തതേ ഇതാട്ടോ. അതിൽ കൂടി ഇപ്പൊ നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിലും ഈ ഒരു കോസ്മിക് ഓറഞ്ച് ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ വൈറ്റ് കിഡിലനാണ് കേട്ടോ. പക്ഷെ എന്റെ 16 Pro Max ഉണ്ടായിരുന്നത് വൈറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഇനി വൈറ്റ് ഫോൺ തന്നെ വേണ്ട. അതുകൊണ്ട് ഞാൻ അംജാദിനോട് ചോദിച്ചതും ഓറഞ്ച് ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ട സാധനം കേട്ടോ ഷാസ്പ്രോ ഗിഫ്റ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ വ്ളോഗ് ചെയ്യണതും. കിട്ടില്ല ക്ലാരിറ്റിയാണ്. അനന്തുവിനാണെങ്കിലും ഓറഞ്ച് വേണ്ട, ഈ ഷെയ്ഡ് മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് പ്രോ ആട്ടോ. എന്റെ Pro Max ആയിരിക്കണം, പക്ഷെ അനന്തുവിന് Pro ആണ് സെലക്ട് ചെയ്യണം. ഓൾറെഡി എന്റെ 16 Pro Max ഞാൻ കൊടുക്കും കേട്ടോ. ദേ ഇതാണ് ട്ടോ ബ്ലൂ ഷെയ്ഡ്. എന്റെ പൊന്നെ എന്തൊരു ക്ലാസ്സി കാണാനായിട്ട്. കിഡിലൻ ഭയങ്കര രസോട്ടോ. കിഡിലൻ ഫോണാണത്, നല്ല ഭംഗി. ഇതുപോലെ ഇരിക്കും അനന്തുവിന്റെ ഫോണും. ഇത് Pro Max ആണോ ബ്രോ? പ്രോ ആണ്. അപ്പൊ അതേ ഇതാണ് അനന്തുവിന്റെ ഫോൺ. സത്യം പറഞ്ഞ ഇങ്ങനെ തന്നെ ഇരിക്കും ഇത് അൺബോക്സ് ചെയ്ത് കഴിയാൻ നേരത്ത്. അങ്ങനെ എന്റെ 16 Pro Maxനോട് ഞാൻ വിട പറയുവാണ് കേട്ടോ. സങ്കടമൊക്കെ വന്നിട്ടുണ്ട്, ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നിട്ട്. 1 വർഷം എന്നെ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്ത ഫോണാണ് കേട്ടോ ഇത്. ഒത്തിരി സത്യം പറയൂട്ടോ, ഇത് കിട്ടുന്നവർക്ക് ഭയങ്കര ഉപകാരമാണ്, ഈ ഫോൺ മേടിക്കണവർക്കും. എന്താണെന്നറിയോ, ഇത് ഞാൻ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും പിന്നെ കുറച്ച് ഫോൺ കോൾസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ വലിയ ടെക്കി കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ബിഹൈൻഡ് ദ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഒരു കിട്ടുന്നവർക്കാണെങ്കിലും ഭയങ്കര ഉപകാരമുള്ളതായിരിക്കും. അധികം യൂസും ചെയ്തിട്ടില്ല, ബാറ്ററി ഹെൽത്തും ഉണ്ട്. ഞാൻ ഐഫോൺ ഫോബിയയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 16 Pro Maxന്റെ വയർ തിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആണ് ഈ ഫോൺ എടുക്കണമെങ്കിൽ ഈ വയർ ഫ്രീ ഇട്ടോ ഇതിന്റെ. കാരണം ഇത് മുഴുവൻ ഞാനും ചേട്ടനും അമ്മവും കൂടി യൂസ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ചുറ്റിയെടുത്തതാട്ടോ ഇത്.
പിന്നെ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ തന്നെ ഇതാണ് ഗൈസ് എൻ്റെ ഫോണാണ്. ഞാൻ ഇപ്പോഴാട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കണം എൻ്റെ 16 Pro Max പോയി. കാരണം എന്താണെന്നറിയോ, അത്രയും എന്നെ ട്രീറ്റ് ചെയ്ത ഫോൺ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഉപകാരപ്പെട്ട് ഭയങ്കര കുറേ വീഡിയോസ് എടുത്ത, കുറേ ഫോട്ടോസ് എടുത്ത, കുറേ മെമ്മറീസ് ഉള്ള ഫോണാണ് തോന്നുന്നത്. അപ്പം അതങ്ങനെ കംപ്ലീറ്റ്ലി ന്യൂ ഫോൺ ആയിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, വിത്ത് ഈ സംഭവം ഫ്രീ. ബൈ ബൈ ഫോണേ, ബൈ ബൈ. അങ്ങനെ അനന്തുവിന് കൊടുക്കാനുള്ള ഫോൺ ഞാൻ മേടിക്കുവാണ് കേട്ടോ. ഞെട്ടൂല അനന്തു? ഐഫോൺ കിട്ടിയ അറിഞ്ഞിട്ടാക്ക്. അപ്പൊ ഇത് അനന്തുവിനുള്ള ഫോണാണ്. അപ്പൊ നാളെ നിങ്ങൾ കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ പോവാം. അതെ, ഫോണിക്ക്. അങ്ങനെ നമ്മള് ഫോണും മേടിച്ചിറങ്ങിട്ടോ. ഓ, എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യണുണ്ട്. സീരിയസ്ലി ഗൈസ്, അനന്തു ഇത് ഡിസേർവ് ചെയ്യണുണ്ട് കേട്ടോ, ഈ ഒരു ഫോണും. അതുപോലെ തന്നെ എനിക്ക് അനന്തുവിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണാനും ആ ഒരു ഹാപ്പി ഫേസ് കാണാനുള്ള കൊതിയായിട്ടോ. അജിത്തേട്ടൻ മനുണ്ട്. ഇനി ഞങ്ങള് എന്താ അജിത്തേട്ടാ പ്ലാൻ? നമുക്ക് മോമോസ് എന്തെങ്കിലും കഴിക്കാൻ പോണോ അല്ലേ? അയ്യടാ, ഞാൻ ഡയറ്റൊന്നും വിടില്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. നാളത്തേക്ക് വേണ്ടി ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആട്ടോ. കാരണം നല്ലൊരു ദിവസമായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ഷോ ഹാപ്പി അഷ വൈഫി. അനന്തു എന്നെ പോലെ അല്ല കേട്ടോ, ഫോൺ നല്ല ഭംഗിയായിട്ട് നോക്കും അജിത്തേട്ടാ. വേറൊന്നും കൊണ്ടിട്ടല്ല, ഞാൻ എപ്പോഴും ഫോൺ യൂസ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ അതിന്റെ സ്ക്രീൻ ഗാർഡിൽ എപ്പോഴും ഇങ്ങനെ ഓയിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഫേസിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അനന്തു തന്നെ പറയും, എന്ത് കൂലോട് ഇതിന്റെ ഫോണിന്റെ ഒന്ന് വൈപ്പ് ചെയ്യുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫുൾ പ്രൊട്ടക്ഷനിലായിരിക്കും എന്റെ ഫോൺ. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് ബാക്ക് കവറൊക്കെ നല്ല ഭംഗിയിലാക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാക്ക് കവർ മാറ്റുകയും ചെയ്യും. ഇനി അത് ഇരുന്ന് പ്രശ്നം ഉണ്ടാവണമെന്ന് കരുതിയിട്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സ് അനുസരിച്ചൊക്കെ മാറ്റി ഇടണോണ്ടിട്ട് അങ്ങനെ ബാക്ക് ഒന്നും എപ്പോഴും വൃത്തികേടൊന്നുമായിട്ടിരിക്കില്ല കേട്ടോ എന്റെ ഫോണിന്റെ. അനന്തു ആണെങ്കിൽ നല്ല പൊന്നുപോലെ പുതിയതുപോലെ ഇരിക്കാണ് എന്റെ ഫോൺ ഉണ്ടാവണത്. ഇപ്പൊ അനന്ത് ഇപ്പൊ 2.5 വർഷം ഇട്ടുണ്ടെങ്കിലും ഇല്ലേ, ഇന്നലെ ഫോൺ മേടിച്ച പോലെ അനന്തുവിന്റെ ഫോൺ ഇരിക്കണം. അത്രയും വൃത്തിയിൽ ഫോൺ നോക്കും. അതുകൊണ്ട് തന്നെ അനന്തിന് എന്ത് സാധനം മേടിച്ചു കൊടുത്താലും, ഡ്രസ്സ് ആയിക്കോട്ടെ അതോ ആയിക്കോട്ടെ, എന്ത് മേടിച്ചു കൊടുത്താലും ഇല്ല അതുപോലെ അനന്തു നോക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇപ്രാവശ്യം എന്തായാലും അനന്തു പ്രതീക്ഷിക്കാണ്ട് തന്നെ ഇത്ര നേരത്തെ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഐഫോൺ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞാട്ടോ വന്നത്. അപ്പൊ തന്നെ എന്നോട് പറയാട്ടോ, നോക്കി വെച്ചേക്ക്, വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്, എത്ര രൂപ ഉണ്ടെന്നൊക്കെ നോക്കി വെച്ചേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തോ അങ്ങനെ പറഞ്ഞിട്ടാ വിട്ടത്. നോക്കി വെക്കാനുള്ള ഫോൺ മേടിക്കാനും കൂടിയുള്ള ഉദ്ദേശത്തിലാണെന്ന് വന്നേന്നുള്ളത് എന്തെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ എന്തായാലും സർപ്രൈസ് ആവുന്ന ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട് കേട്ടോ, സീരിയസ്ലി ഗൈസ്. ഞാൻ പ്രേമിച്ചോണ്ടിരുന്ന സമയത്തെക്കാളും എനിക്കിപ്പോ ഒരു 100 ഇരട്ടി എന്റെ കെട്ടിയവന് ഇഷ്ടമാണ്. കാരണം അടിപൊളിയാണ് ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിനും, വർക്കിനാണെങ്കിലും നമുക്കറിയാലോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പെങ്കൊച്ചിന് രാവിലെ മുതൽ വൈകുന്നേരം വർക്ക് ചെയ്യണമെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് വീട്ടുകാരാണെങ്കിലും അനന്തുവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അത് അനന്തു എന്റെ വർക്കും കാര്യങ്ങളും അത്ര പ്രോപ്പറായിട്ട് വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നതുകൊണ്ടിട്ടാണ് എനിക്ക് ഇത്ര ഈസി ആയിട്ട് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണേ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ എന്റെ വർക്ക് അറിയാവുന്നത് കൊണ്ടിട്ട് അത്രയും ഫ്രീഡത്തോടെ പോണത് എന്റെ കെട്ടിയവന്റെ ഒറ്റ സപ്പോർട്ടുള്ളതാണ് ഗൈസ്. ഐ എം സോ ലക്കി ടു ഗെറ്റ് ഹിം. ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്റെ ടോക്കൺ ഓഫ് ലവിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ചോദിച്ചാണ്, ഐഫോൺ വേണം, PS5 വേണം. അപ്പൊ പറഞ്ഞു എനിക്ക് PS5 മതി, എനിക്ക് ഐഫോൺ വേണം. പക്ഷെ ഐഫോൺ ഇത്ര വേഗം പണിതിനൊന്നും വിചാരിച്ചില്ല. അതുകൊണ്ടിട്ട് നല്ലൊരു സമയം ഇപ്പൊ രണ്ടും കിട്ടി. നല്ലൊരു സമയവും കൂടി ആട്ടോ അനന്തൂര് മേടിച്ചു കൊടുക്കാൻ പറ്റും. അമ്മ പക്ഷെ നോക്കാം ഗൈസ്, അപ്പോഴും നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ആവട്ടെ. ലൈഫ് കൈ വേനെടുക്കണേ. ഇപ്പൊ കൈ പിടിക്കേണ്ടി വന്നു, കാരണം നീട്ടിപ്പിടിച്ചിട്ട് കൈ വേനെടുക്കണം ഗൈസ്. ഇപ്പൊ നാളെ നമുക്ക് അതിന്റെ റിയാക്ഷൻ നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞെട്ടും, ഉറപ്പാണ്. അതെ, അപ്പൊ ഇതിന്റെ പ്രതീക്ഷയില്ല, ശരിക്കും ഞെട്ടട്ടെ, സന്തോഷിക്കട്ടെ. അതൊക്കെ കാണുമ്പോ എനിക്ക് സന്തോഷം. അപ്പൊ ഞാൻ നാളെ കാണാം എന്തായാലും. നാളെ ഇനി ഐഫോൺ കൊടുത്തിട്ട് ആ റിയാക്ഷൻ എടുക്കണൊക്കെ നമുക്ക് നോക്കാം. ഇന്ന് ഫോൺ മേടിച്ചിട്ടില്ലേ, അടുത്ത ദിവസം കേട്ടോ. ഇന്നലെ കൊടുക്കാന്നാ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇല്ലേ, അനന്തു ട്രിവാൻഡ്രത്ത് സ്റ്റക്കായിപ്പോയി. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അനന്തു കുറച്ച് തിരക്കിലായിപ്പോയി, വരാൻ പറ്റിയില്ല. ഇന്ന് മോർണിംഗ് ആണ് അനന്തു എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തേക്ക് വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സനൂബ്രവും കാർത്തിയും കണ്ണൻ ചേട്ടനും അമ്മവും കൂടി പ്ലാനിൽ വന്നു കേട്ടോ. കണ്ണൻ ചേട്ടനും അമ്മയും അതുപോലെ തന്നെ അജിത്തേട്ടനും ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് അനന്തുവിനെ ഫോൺ കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഫിക്കാനയിൽ പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യാൻ പോകാമെന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകുവാണ്. കിളികളും ഒച്ചയൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം ഞാൻ ടെറസിലാണ് നിൽക്കണേ. അപ്പോൾ ഈ അജിത്തേട്ടൻ്റെ കയ്യിലാണല്ലോ ഇപ്പോൾ ഫോൺ ഇരിക്കണം.
ഞാൻ കൊടുത്തു വിട്ടു അജിത്തേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ അജിത്തേട്ടൻ ആ ഫോണും കൊണ്ട് വരും. അതിന് മുന്നായിട്ട് നമ്മൾ അവിടെ പോയി സെറ്റിലാവാമെന്ന് വിചാരിക്കും. എല്ലാവരും പോയി ഇരുന്ന് പയ്യെ ഫുഡൊക്കെ അടിയൊക്കെ തുടങ്ങി നമ്മളങ്ങനെ സെറ്റിലാവുമ്പോഴത്തേക്കും അജിത്തേട്ടൻ റെസ്റ്റോറൻറ്റിൽ, അവരുടെ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ട് ഈ ഒരു ഫോൺ ഒരു പ്ലേറ്റിലാക്കി അടച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പുതിയൊരു ഡിഷാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ആ ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം പോലെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണം. പിന്നെ നെക്സ്റ്റ് മന്ത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ. അന്ന് ഞാൻ ഈ ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതുവരെ പോകുന്നു. കാരണം അനന്ത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു തുടങ്ങി ഫോൺ ചീത്തായി തുടങ്ങി, പുതിയ ഫോൺ എടുക്കണം എന്നൊക്കെ അനന്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്ത് എന്തായാലും പോയി എടുക്കും. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇപ്രാവശ്യത്തെ 1 മാസമുള്ളൂ, ഇനി 1 മാസം ഇല്ല, ഇന്നിപ്പോൾ 6-ാം തീയതി ആയി, അപ്പുറത്തെ വേണ്ടി പണി കിടക്കും കേട്ടോ. 6-ാം തീയതി ആയി, ജനുവരി 5-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സർപ്രൈസ് ആകും, എനിക്ക് ഉറപ്പാണ് സർപ്രൈസ് ആകും എന്തായാലും. ഇന്നും കൂടി പറഞ്ഞുള്ളൂ ഫോൺ 3-4 പ്രാവശ്യം കുത്തിയിട്ടുണ്ട് കൊണ്ടിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫോൺ കൊടുത്ത് സർപ്രൈസ് ചെയ്യാം. സോ മച്ച് എക്സൈറ്റഡ്. നോക്കിയേ വന്ന് മോനെ ട്രിവാൻഡ്രത്തുനിന്ന് അങ്ങനെ എനിക്ക് പ്രശ്നം എന്ത് പോയപ്പോയില്ല, ഭയങ്കരമായിട്ട് വിഷമമായിട്ടാ. കാരണം മിസ് ചെയ്യാൻ തുടങ്ങി. ഒരു 5-6 ദിവസം മാറിയെന്നല്ലേ സത്യം. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് അന്ന് നൈറ്റ് കാർത്തിയിലൂടെ കയറി പോയതാട്ടോ. ഞാൻ ശരിക്കും മിസ് ചെയ്ത്. കാരണം ഞങ്ങൾക്കൊന്ന് ബർത്ത്ഡേയുടെ മൊമെന്റ്സ് ഷെയർ ചെയ്യാനോ അല്ലേ ഒന്നും പറ്റിയില്ല. എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചൊരു താങ്ക് യു പറയാൻ പോലും എനിക്കൊന്നും പറ്റിയില്ല. അത്രയും ധൃതി പിടിച്ച് അനന്ത് ഓടിയതല്ലേ അന്ന്. ബർത്ത്ഡേ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എനിക്കറിയാം അനന്തു രാത്രി പോണോന്ന്. അതുകൊണ്ട് ഞാൻ അനന്തു വേഗം പൊക്കോങ്കിൽ നമുക്ക് ഇന്ന് ഡിന്നറൊന്നും വേണ്ട, നമുക്ക് വേഗം തന്നെ എന്താണ് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അനന്ത് പോയിക്കും. കാരണം അനന്ത് പോണമല്ലോ, ഒരു നന്മമരമായ ഭാര്യ അങ്ങനെയൊക്കെ പറയണമല്ലോ അല്ലേ. പക്ഷെ അനന്തുവിന്റെ പ്ലാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അറിഞ്ഞ ഗൈസ്. പക്ഷെ ബ്ലാസ്റ്റ് ചെയ്ത ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അതെ, അതിനുശേഷം ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങണം. ഇന്നാലും അനന്തു യൂട്യൂബ് ചാനൽ കാണാൻ പറയണോ തന്നെ. പിന്നെ ബെസ്റ്റ് ഡേ ആയിരുന്നു, എന്റെ ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു പ്രാവശ്യം. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ട്രാവല്, അടിച്ചുപൊളി, പാർട്ടി അല്ലേ, എല്ലാം കൊണ്ട്. എല്ലാരും ചോദിച്ചു നീ എന്ത് കൊടുത്തെന്ന് എല്ലാരും ചോദിച്ചു. ഞാൻ ഇവളുടെ അടുത്ത് ആക്ച്വലി ഞാൻ ചോദിച്ചു, കാരണം ഇവൾക്ക് നിനക്ക് എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്, ഇവർക്ക് എന്ത് കൊടുക്കും. ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ ഇടും. അപ്പൊ തന്നെ എനിക്ക് എന്തൊക്കെ വേണം, ഇവള് ഏൺ ചെയ്യുന്നോണ്ട് ഇവൾക്ക് വേണ്ടെങ്കിൽ ഇവള് മേടിക്കുന്നുണ്ട്. അപ്പൊ ഇവള് അങ്ങനെ ഇഷ്ടങ്ങളൊന്നും വെച്ചോണ്ടിരിക്കാറില്ല, അല്ല അപ്പൊ തന്നെ മേടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ എന്ത് മേടിക്കും, ഞാനപ്പോ ഒരു ജോർഡന്റെ സ്നീക്കർ മേടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇവൾക്ക് എനിക്കൊരു പേടി, കാരണം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തത്തപ്പച്ചല്ല മറ്റേ നല്ല രസമുണ്ട്. പക്ഷെ അത് ഇട്ടാ ഭംഗിയായിരിക്കും, പക്ഷെ ഇവൾക്കത് കണ്ടിട്ട് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പോ ഒന്നും വേണ്ട, നമുക്ക് അടുത്ത ഇന്റർനാഷണൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇന്റർനാഷണൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പറഞ്ഞു ഓക്കെ എന്റെ കാർഡ് അങ്ങോട്ട് തരണം, എനിക്ക് ഇഷ്ടമുള്ള മേടിച്ചു. അപ്പൊ ഞാനത് അടുത്ത ഇതിന് വേണ്ടിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. ട്രിപ്പ് പോകേണ്ടതാണെന്ന് മേടിക്കും. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, ശരിയാണ്. ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടാ, എവിടെയെങ്കിലും ട്രിപ്പ് വിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അതെ, അപ്പോ ഞങ്ങൾ ഇപ്പത്തെ കഫിക്കാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സനുബ്രോടെ തറവാട് കേട്ടോ, ഞങ്ങൾ അങ്ങനെ പറയണം, സനുബ്രോടെ തറവാടിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അവിടെ പോയിട്ട് നമുക്ക് അവരുടെ പുതിയ ഡിഷൊക്കെ ട്രൈ ചെയ്ത് നമുക്ക് എല്ലാവരും കൂടി ചില്ല് ചെയ്തിട്ടൊക്കെ ഇന്ന് വരാം അല്ലേ. കല്യാണത്തിന് ശേഷം ആരെയും കണ്ടില്ല, കല്യാണം പോട്ടെ, ഇതിന് ബർത്ത്ഡേക്ക് ശേഷം ആരെയും കണ്ടില്ല. അതെ, നമുക്ക് കപ്പിക്കാനയിലേക്ക് പോവാം. അതെ, കണ്ണൻ ചേട്ടനും അമ്മൂമ്മനുണ്ട്, പൊളിക്കാം. അളിയനാൻ്റെ അളിയെ തീസ്കണ്ട്. അനന്തു കാറ് പാർക്ക് ചെയ്യുക കേട്ടോ. കാർത്തി ആണെങ്കിലും സനൂബ്രോ ആണെങ്കിലും വരണതേ ഉള്ളൂ, അമ്മും ചേട്ടനും ഒക്കെ വരണതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ഇത്തിരി നേരത്തെ ആയിപ്പോട്ടെ, സാധാരണ ഞങ്ങളാണ് എപ്പോഴും ലേറ്റ് ആവണേ. അപ്പോൾ വരട്ടെ, അനന്ത് വരട്ടെ, കാർത്തി വരട്ടെ, അതുപോലെ തന്നെ സനുബ്ര വരട്ടെ, എല്ലാവരും വരട്ടെ അല്ലേ. നമ്മൾ മാച്ചാണല്ലോ ചുട്ടെന്ന്. എനിക്കും ഇഷ്ടപ്പെട്ട് ഹാൻഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചില സമയം എങ്ങനെയല്ലേ ഡ്രസ്സപ്പ് ചെയ്യാനുള്ള മൂടുണ്ടാവും. ഇന്ന് ഡ്രസ്സപ്പ് ചെയ്യാനുള്ള മൂടുകളുണ്ട്. ഞാൻ സ്പെക്ക് വേറെ ആയിട്ട് വെച്ചത്, കാരണം ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇതല്ല ഭംഗി. മുടി നിർത്തിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ മുടി എപ്പോഴും ഇവരെപ്പോഴും പറയണതാണ് മുടി ഇങ്ങനെ വെക്കല്ലേ, ഇങ്ങനെ തേച്ച് വെക്കല്ലേ എന്നുള്ളത്. എന്നുള്ള ദിവസങ്ങളിൽ മുടി കഴുകാൻ മടിയുള്ള ദിവസങ്ങളാണ് ഇങ്ങനെ തേച്ച് വെക്കുന്നത്. മുടി കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും പിറ്റേ ദിവസം. ആണോ?
നോക്കി ഇത് ആരൊക്കെയെന്ന്. ആ കവർ ഇട്ടടാ. ആണാ അത് എഴുതിയേക്കണ എന്താ നോക്കി കവറില്. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ബി ബോറിംഗ് ടു വെയർ ബോറിംഗ് ക്ലോത്ത്സ്. ഫാഷൻ വ്ലോഗർ എന്നുള്ളതിന്റെ അടയാളം കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇല്ലടാ ഞാൻ ആ ഓറഞ്ച് പെണ്ണിന് ഇഷ്ടപ്പെട്ട് ഓറഞ്ച് കവർ ആയതുകൊണ്ട് ഇതൊക്കെ ഇപ്പഴാ കാണുന്നത്. മേടിച്ചു കഴിഞ്ഞപ്പോ അതെ ശരിക്കും ഇവര് ഇന്നലെ സർപ്രൈസ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ട്. കാരണം ഇന്നലെ എപ്പോഴും ഇവളുടെ ചിലപ്പേക്കണാണ്. ഇന്ന് കേട്ടില്ല. അവർക്ക് വർഷമില്ല ട്രിവാൻഡ്രത്ത് ബിരിയാണിയിൽ നിന്നിരിക്കണെന്ന് ആലോചിച്ച്. ബിരിയാണി ഉണ്ടാക്കി ഞാൻ കണ്ടല്ലോ ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാക്കി തരണമെന്നുണ്ട്. പക്ഷെ ഇനി ആ ടേസ്റ്റ് ഇത് അനന്ത് പറയണെന്ന് അറിയാം. കയ്യപ്പത്തൻ കറീന്ന് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവള് ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കി. നമ്മളെത്ര നാളായില്ലേ സനിബ്രോ കണ്ടിട്ട് അല്ലേ? കുറെ നാളായില്ലേ? ഞങ്ങള് ഇന്നലെ നമ്മളിന്നലെ എത്ര മണിക്ക് വന്നത്? 6 മണിക്ക് വന്നിട്ട് ഞങ്ങൾ 9 മണി 10 മണി വരെ കാപ്പി ഇവിടുത്തെ സാലഡ് ഞാൻ ഉണ്ടാക്കാൻ കഴിച്ച് വെയിറ്റ് ചെയ്തപ്പോ സനിബ്രോ വന്ന് കാപ്പി ഓർഡർ ചെയ്തു. അപ്പുറത്ത് പോയി കേറി ഇതെന്റെ ഫേവറേറ്റ് സൂപ്പാട്ടോ, മഷ്റൂം സൂപ്പ്. നടാ ആരെങ്കിലും എടുത്തോ. ഞങ്ങള് ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് എന്തോ ഒരു പുതിയ സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ കേട്ടോ. അതിന് വേണ്ടിയാണെന്ന് വന്നതല്ലേ? പ്രസന്റ് സർ. ബ്രെഡ് പുഡിംഗ് നമ്മളൊരു പുതിയ ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി. അതെ സ്പെഷ്യൽ സർപ്രൈസ് അറിയാം. സ്പെഷ്യലായിട്ട് 250 GB ബ്ലൂ കളർ. അളിയ നീ ശരിക്കും സർപ്രൈസ് ആയല്ലേ? 2 മിനിറ്റ് മുമ്പേ കൂടെ ഇവൻ പറഞ്ഞേ ഉള്ളു നമുക്ക് ഐഫോണിലോട്ട് പോകണം. എന്ത് ഫുഡാണെന്ന് നോക്കിയിരിക്കുന്നറിയോ? ഹോസ്പിറ്റലിൽ പോയിട്ട് ചേട്ടന്റെ കൊച്ചിനായിട്ട് കുഞ്ഞൊക്കെ കുഞ്ഞി ഫോൺ മേടിച്ചായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു ഇല്ലടാ കുഞ്ഞിക്ക് മേടിച്ചാണ്. ഇല്ല അതിട്ട് കുഞ്ഞും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ല കുഞ്ഞ്. ഞാനതൊക്കെ കഴിഞ്ഞിട്ടേ കാലില് ഫോൺ എടുത്തിട്ട് അജിത്തിനായിട്ട് പോയിട്ട് കറക്റ്റ് ഞാനപ്പോ ഇങ്ങനെ ഇരിക്കും. ഞാൻ പക്ഷെ അവധി താരനല്ലേ പറഞ്ഞു. അൺബോക്സ് ചെയ്യടാ. അങ്ങനെയൊന്നുമില്ല. പിന്നല്ലാതെ ഹാപ്പിയാണോ? ഓറഞ്ചുകളുടെ തേരോട്ടം നടക്കുന്ന ഈ സ്ഥലത്ത് ആദ്യത്തെ നീല. ഇതാണ് എന്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. സത്യം ഇനി ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ പൂക്കികൾക്ക് സ്വന്തമായിട്ട് കുറച്ച് പോസുകളൊക്കെ ഉണ്ട്. കാണിച്ചേടി അമ്മ. ക്യൂട്ട്നെസ് ആണ് ഗൈസ് ഇവരുടെ മെയിൻ അല്ലേ? അമ്മോണ് അതിന്റെ ഉസ്താദ്. ക്യൂട്ട്നെസ് ഇട്ട് അങ്ങോട്ട് പറപ്പിക്കും അമ്മ ഓരോ വീഡിയോയിലും ബ്ലോഗിലും ഫോട്ടോയിലും. കാണിച്ചേ അമ്മ ക്യൂട്ട്നെസ് ഇട്ട് കാണിച്ചേ. ക്യൂട്ട്നെസ് ഇട്ട് കാണിച്ചേ നീ.
ഇവിടെ അനന്തൂന് ഇപ്പൊ തന്നെ പോയി സ്ക്രീൻ കാർഡ് ഇട്ട് ഇപ്പൊ തന്നെ പോയി കവർ ഇട്ട് ഇപ്പൊ തന്നെ പോണം. എനിക്ക് ഞാനൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കത് അപ്പം തന്നെ ചെയ്യണം. അല്ലാതെ പിന്നത്തേക്ക് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായി? അതല്ലേ വേണ്ടത്. ഒരു കാര്യം പിന്നത്തേക്ക് വെക്കരുതാണ്. അത് മടിയന്മാരുടെ ഞാൻ ഈ ഫോൺ പിന്നെ തരാന്ന്. ഇവൾക്ക് ഈ ഫോണിന് ഇപ്പൊ തന്നെ കവർ ഇടണം. ഇവളെനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇത് പോയി നേരെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കവറൊക്കെ മേടിച്ചിട്ട് വരാം. ഇല്ല അത് പിന്നത്തേക്ക് മേടിച്ചാൽ പറ്റും. നമുക്കിപ്പോ പോകാൻ കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് നല്ലൊരു രീതിക്ക് ഞാൻ എൻജോയ് ചെയ്തോട്ടാ. ഇന്നലെ അനന്ത് വന്നിരുന്നെങ്കിൽ ഇന്നലെ കിട്ടുന്ന സർപ്രൈസ് ആയിരുന്നു. ഇന്നലെ അവിടെ സ്റ്റക്കായി പോയി. ഫ്രണ്ട്സിന്റെ കൂടെ ചില്ലടിച്ചിറങ്ങണായിരുന്നു അല്ലേ? ഷൂട്ട് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് ചില്ലടിക്കാൻ പോയി. അല്ലെങ്കിൽ ഇന്നലെ കിട്ടുന്ന സാധനം അല്ലേ? കാരണം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തല്ലേടാ. ഇന്നലെ മുതലേ ഇവളും കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. ഇന്നലെ രാത്രി വിളിച്ചിട്ട് വെനിങ്ങാന്ന് രാത്രി വിളിച്ചിട്ട് നാളെ സർപ്രൈസ് ഉണ്ടാവും. അതെ, എന്നിട്ട് നാളെ രാത്രി ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറയണം ഇന്നാണ് സർപ്രൈസ് ആണ്. ഇന്നാണ് സർപ്രൈസ്. സർപ്രൈസും കിട്ടി. അതെ സനു ബ്രോ സർപ്രൈസ് എന്തായാലും 2 ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ 2 ദിവസമായിട്ട് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ഇന്നലെ വന്ന് സർപ്രൈസ് ഇല്ല, ഇന്നും വന്ന് സർപ്രൈസ് കൊടുത്ത് തിരിച്ചായി. അതെ, തകർത്തിയങ്ങള്. ഞാനിപ്പോ ഒരു ഭയങ്കര സോഷ്യൽ അനിമലായി വന്നോണ്ടിരിക്കുകയാണ്. സോഷ്യൽ അനിമൽ കേട്ടിട്ടില്ലേ? അനന്തോ ഇഷ്ടപ്പെട്ടായിരുന്നു സർപ്രൈസും കാര്യങ്ങളൊക്കെ? ചോദിക്കാനുണ്ടോ? കണ്ടോ, ഇത് എനിക്ക് എപ്പോഴേക്കും ഇത് കിട്ടാൻ ഭയങ്കര ഇഷ്ടം. നിനക്കൊരു ഗിഫ്റ്റ് കള്ളി ചെന്നിട്ട് എന്റെ കുട്ടിനെ പിടിക്കണോന്ന്. എടാ കുഞ്ഞമ്മയുടെ മോനെ, എന്താണല്ലേ കുഞ്ഞമ്മയുടെ മോനെ ഇങ്ങ് വന്നേടാന്ന്. കുഞ്ഞിയുടെ ഫോണാണോ? കുഞ്ഞിന്റെ ഫോൺ എടുത്തോ? അവരില്ലടാ കുഞ്ഞെടുത്തിട്ടില്ലെന്താ? അജിത്ത് കുഞ്ഞിനല്ല, കുഞ്ഞി പോയി മേടിച്ചല്ലോ ഫോൺ. അറിയില്ലത് കുഞ്ഞിയുടെ ഫോണായിരിക്കും. ഇല്ല കുഞ്ഞിയുടെ ഫോണാ. അപ്പഴെങ്ങനെ ആലോചിച്ചു സർപ്രൈസറാണ്. അത്രയും പോയില്ല തലയിലോട്ടല്ലേ. ഫോണൊക്കെ കൊടുത്ത് ഞാനും ഹാപ്പി ആയിട്ടാ. യു ഡിസേർവ് ദിസ് ബേബി. അപ്പൊ ഇത്രയായിരുന്നു ഗൈസ് ഫോൺ കൊടുത്ത വിശേഷം. ഞാൻ ശരിക്കും ഏതെങ്കിലും മൊമെന്റിൽ ഇത് സർപ്രൈസ് പൊളിയൂന്ന് ഞാൻ വിചാരിച്ചതാട്ടാ. കാരണം ഇന്ന് ഫോൺ അനന്തു ബുക്ക് മൈ ഷോ എന്തൊക്കെ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോ എന്റെ നെഞ്ചിങ്ങനെ ഇടിക്കണായിരുന്നു. ടക്ക് 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 ടക്ക്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വ്ളോഗ് മുഴുവൻ കാണും. പിന്നെ ഈ കേസും കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടോ എല്ലാം കാണും. പൊളിയൂന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഒരു കണക്കിന് മാനേജ് ചെയ്തോണ്ടെന്നു. ഇവിടെ വന്നിട്ട് തന്നെ ഇല്ലേ നമുക്ക് ഇത് കഴിഞ്ഞ് ഫോൺ മേടിക്കാൻ പോണം, ഇത് കഴിഞ്ഞ് ഫോൺ മേടിക്കാൻ പോണം എന്ന് പറഞ്ഞിട്ട് അനന്ത് പ്ലാൻ ചെയ്തോണ്ടിരിക്കണം. അത്രയും ഫോൺ മേടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അല്ലേ? അപ്പൊ ഞാനായിട്ട് തന്നെ സർപ്രൈസ് ചെയ്തു. നോക്കണം, എന്തെങ്കിലും മേടിക്കാം. അതെ, ഇന്ന് തന്നെ 4 പ്രാവശ്യം പറഞ്ഞിട്ടോ അത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.